ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോളിവുഡിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മാഹി എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ മഹേന്ദ്രനെയാണ്. അവനൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിൽ കയറണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. ക്രിക്കറ്റിനെ കുറിച്ച് അവന് വളരെയധികം നോളജ് ഉണ്ടായിരുന്നു. ഇതവന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി ഒരു വർഷം കൂടി അവന്റെ അച്ഛൻ അവന് നൽകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സെലക്ടേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് അവൻ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഒരു ബോളിൽ 4 റൺസ് വേണമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അവൻ ഔട്ടാകുന്നു. അവന്റെ കോച്ച് അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇനി അടുത്ത വർഷം നോക്കാമെന്ന് അവന്റെ കോച്ച് ബെന്നി സാർ അവനോട് പറയുന്നുണ്ട്. എന്നാൽ അവന്റെ അച്ഛനോട് അവൻ ചോദിക്കുമ്പോൾ അയാൾ ഒരു വർഷം കൂടി അവന് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവന്റെ അച്ഛനാകട്ടെ സ്പോർട്സ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് നടത്തുകയായിരുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ അവൻ ആ ഷോപ്പിലേക്ക് ജോലിക്ക് വരണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. അവൻ കെഞ്ചി പറഞ്ഞിട്ടും അയാൾ അവനെ ക്രിക്കറ്റ് കളിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ക്രിക്കറ്റ് എന്ന അവന്റെ സ്വപ്നം ഉപേക്ഷിച്ച് അവൻ ആ കടയിൽ ജോലിക്ക് കയറുകയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് കാണിക്കുന്നത് അവനൊരു വിവാഹാലോചന വരുന്നതാണ്. പെൺകുട്ടിയുടെ പേര് മഹിമ എന്നായിരുന്നു. അതാണ് നമ്മുടെ മൂവിയിലെ നായിക. അവൾ ഒരു ഡോക്ടറായിരുന്നു. നന്നായിട്ട് പഠിച്ചിട്ടാണ് അവൾ ഇന്ന് ഈ നിലയ്ക്ക് വന്നിരിക്കുന്നത്. അവൾ ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ അവളെ കുറിച്ച് പുകഴ്ത്തി പറയാൻ തുടങ്ങി. മഹേന്ദ്രനെ കുറിച്ച് പറയാൻ അവന്റെ അച്ഛൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അയാൾ ഒരു കള്ളം പറയുന്നുണ്ട്. അയാളുടെ ഷോപ്പ് ഇത്ര ഉയർന്ന നിലയിലാക്കിയത് അവനാണെന്ന് പറയുന്നു. അവൻ ഈ കള്ളമെല്ലാം കെട്ടിട്ട് മിണ്ടാതെ തന്നെ ഇരിക്കുകയായിരുന്നു. മഹേന്ദ്രനെയും മഹിമയും വീട്ടിൽ വിളിക്കുന്നത് മാഹി എന്ന് തന്നെയായിരുന്നു. അതാണ് അവർക്കിടയിൽ ആകെ കോമൺ ആയിട്ടുണ്ടായിരുന്നത്. ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാത്ത താൻ ഒരു ലൂസറാണെന്ന് അവൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ സഹോദരൻ സിക്കന്ദർ ആകട്ടെ ഒരു TV ആക്ടറായിരുന്നു. അവൻ ഒരുപാട് ഫാൻസും ഉണ്ട്. അവന്റെ അച്ഛനാകട്ടെ സിക്കന്ദറിനോടായിരുന്നു കൂടുതൽ സ്നേഹം. മഹേന്ദ്രനെ ഒരു ലൂസറായിട്ടാണ് അവന്റെ അച്ഛനും കണ്ടുകൊണ്ടിരുന്നത്. മഹിമയുടെയും മഹേന്ദ്രന്റെയും കല്യാണക്കാര്യം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് അവന് തോന്നുന്നുണ്ട്. അവൻ തന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. തനിക്ക് ക്രിക്കറ്റർ ആകണമെന്നായിരുന്നു ആഗ്രഹം. തന്റെ ആഗ്രഹങ്ങളൊന്നും തന്നെ നടന്നില്ല എന്നും തന്റെ അച്ഛൻ തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്നും അവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ബന്ധം മുന്നോട്ട് പോകാത്തതാണ് നല്ലതെന്നും അവൻ പറയുന്നു. എന്നാൽ മഹിമയ്ക്ക് അവൻ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവനെ വിവാഹം കഴിക്കാൻ അവൾ തീരുമാനിക്കുന്നു. തന്റെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് മഹിമ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത് അവന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ വിവാഹം കഴിയുകയാണ്. ഫസ്റ്റ് നൈറ്റിലാകട്ടെ അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് അസിഡിറ്റി ആണെന്നും നേരത്തെ കിടന്നുറങ്ങാമെന്നും പറഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങുന്നു. കുറെ കഴിയുമ്പോൾ അവൻ വെളുപ്പിനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളെ കാണുന്നുണ്ടായിരുന്നില്ല. ഹാളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളി കാണുകയായിരുന്നു. അവൾക്കും ക്രിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായിരുന്നു. തന്നെ പോലെ അവൾക്കും ക്രിക്കറ്റ് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിരുന്ന് ക്രിക്കറ്റ് കളി കാണുന്നുണ്ട്. ഓരോ ബോളിനെ പറ്റിയും പിച്ചിനെ പറ്റിയൊക്കെ അവൾ പറയുന്ന കേട്ടപ്പോൾ അവനേക്കാളും നോളജ് അവൾക്കുണ്ടെന്ന് അവന് തോന്നുന്നു. തലേന്ന് രാത്രി അസിഡിറ്റി എന്ന് പറഞ്ഞിട്ട് അവൾ നേരത്തെ കിടന്നുറങ്ങിയത് രാവിലെ എഴുന്നേറ്റ് ക്രിക്കറ്റ് കളി കാണാനായിരുന്നു. ആ കാരണത്താലൊക്കെ മഹേന്ദ്രനും മഹിമയെ ഒരുപാട് ഇഷ്ടമാകാൻ തുടങ്ങി. പിന്നീട് അവർ പരസ്പരം കൂടുതൽ അടുത്തു. അവർ രണ്ടുപേരും ഒരുമിച്ച് ഇന്ത്യയുടെ മാച്ച് കാണാൻ പോവുകയും ചെയ്യുന്നുണ്ട്. മഹിമ ഒരു ഡോക്ടറിന്റെ കീഴിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ ജീവിതം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷമാണ് താൻ ഇത്ര സന്തോഷവാനായിരിക്കുന്നതെന്ന് മഹേന്ദ്ര അവളോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി മാച്ച് കാണാനുള്ള തിടുക്കത്തിൽ അവൻ നേരത്തെ കട പൂട്ടിയിറങ്ങുന്നു. എന്നാൽ അവൻ നല്ലപോലെ ലോക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ അവൻ കടയിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ മോഷണം നടന്നിരിക്കുന്നുവെന്ന്. ഏകദേശം 5 ലക്ഷം രൂപയോളം നഷ്ടമുണ്ട്. തൊട്ടടുത്ത കടക്കാരിൽ നിന്നും അവന്റെ അച്ഛൻ അറിയുന്നുണ്ട് അവൻ തലേന്ന് രാത്രിയിൽ ഫോണും ചെയ്തുകൊണ്ട് തിടുക്കത്തിലാണ് കട പൂട്ടിപ്പോയതെന്ന്. അത് അയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അവൻ നല്ലപോലെ കട പൂട്ടാത്തത് കൊണ്ടാണ് ഈ മോഷണം നടന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ അവനെ തല്ലുന്നു. അവൻ ഒരുപാട് വിഷമത്തിലായിരുന്നു. മഹിമയുടെ എല്ലാ കാര്യങ്ങളും അവൻ പറയുന്നു. തനിക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നും അവൻ പറയുന്നുണ്ട്. നിനക്ക് പഴയ പോലെ ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കൂടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവളുടെ സപ്പോർട്ടും മോട്ടിവേഷനും എല്ലാം കിട്ടിയപ്പോൾ ഒന്നുകൂടി ശ്രമിക്കാമെന്ന് അവനും തോന്നുന്നു. അവൻ നേരെ ബെന്നി സാറിന്റെ അടുത്തേക്ക് പോകുന്നു. അയാൾ അവനൊരു ചാൻസും കൊടുക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവൻ കളിച്ചിരുന്ന അവസ്ഥയായിരുന്നില്ല അത്. ഇപ്പോഴത്തെ ബോളേഴ്സിന്റെ മുൻപിൽ അവന് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ബെന്നി സാർ പറയുന്നുണ്ട് ഇനി നിന്നെ കൊണ്ട് ടീമിൽ സെലക്ട് ആകാൻ കഴിയില്ല എന്ന്. നിനക്ക് വേണമെങ്കിൽ ഒരു ക്രിക്കറ്റ് കോച്ച് ആകാം. ഇവിടെ ഒരു കോച്ചിന്റെ വേക്കൻസി ഉണ്ടെന്നും പറയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് കോച്ചിനെയൊക്കെ ആര് തിരിച്ചറിയാനാണെന്ന്. പ്ലേയേഴ്സിനെയാണ് എല്ലാവരും തിരിച്ചറിയുന്നത്. അവർക്കാണ് ഫാൻസ് കൂടുതലും. കോച്ചായിട്ട് എനിക്ക് ഇരിക്കേണ്ട എന്ന് അവൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അവൻ ഇതെല്ലാം മഹിമയെ വിളിച്ച് പറയുന്നുണ്ട്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളെ അവളുടെ സീനിയർ ആകട്ടെ പല കാര്യത്തിനും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും തന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മഹേന്ദ്രനും അവന്റെ അച്ഛനും കൂടെ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കാണുന്നുണ്ട്. ബെന്നി സാറിനെ ആൾക്കാരെല്ലാം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നു. കാരണം അയാളുടെ കോച്ചിങ് കിട്ടിയ ഒരാളാകട്ടെ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ആയിരിക്കുന്നു. അത് കാരണമാണ് എല്ലാവരും അയാളെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് നടക്കുന്നത്. മഹേന്ദ്രന്റെ അച്ഛനും അയാളോട് വലിയ റെസ്പെക്ട് തോന്നുന്നു. ഇത് കണ്ടപ്പോൾ മഹേന്ദ്രന് തോന്നുന്നുണ്ട് തനിക്കെന്നാ പിന്നെ ക്രിക്കറ്റ് കോച്ച് ആയിക്കൂടെ എന്ന്. അവനത് മഹിമയോട് സംസാരിക്കുമ്പോൾ അവൾക്ക് സമ്മതമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് ബെന്നി സാറിനെ കാണാൻ ചെല്ലുന്നു. അവൻ ചെന്ന് ബെന്നിയോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആ വേക്കൻസി ഫില്ല എന്നും ഇനി നിനക്ക് ചാൻസ് ഇല്ല എന്നും. അവൻ കെഞ്ചി പറഞ്ഞിട്ടും അയാളുടെ കയ്യിൽ കൊടുക്കാൻ അവനൊരു ചാൻസ് ഇല്ലായിരുന്നു. ആ സമയത്ത് പുറത്താകെ ബഹളം നടക്കുകയാണ്.
അവിടെ ഏതോ ഒരു പ്ലെയർ ആകട്ടെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുകയാണ്. അവൻ ചെന്ന് നോക്കുമ്പോൾ അത് മഹിമയായിരുന്നു. എറിയുന്ന എല്ലാ ബോളും അവൾ സിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവനും സന്തോഷം തോന്നി. ബെന്നിക്കും അത് കണ്ട അത്ഭുതമാണ് തോന്നിയത്. അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അവൻ ചോദിക്കുന്നുണ്ട് അവളോട്, നീ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ താൻ ചെറുപ്പത്തിൽ ഒരുപാട് ക്രിക്കറ്റിനെ പ്രണയിച്ചിരുന്നുവെന്നും ക്രിക്കറ്റ് കളിക്കാനാണ് താൻ ആഗ്രഹിച്ചിരുന്നതെന്നും അവൾ പറയുന്നു. പക്ഷെ അന്നെല്ലാം അച്ഛൻ എന്നോട് ഡോക്ടർ ആകണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് പഠിക്കാനിരുത്തി. അതോടുകൂടി അവൾ ക്രിക്കറ്റും വിട്ടു. എന്നാൽ നിനക്ക് ഇനിയെങ്കിലും ശ്രമിച്ചുകൂടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല എന്നും താൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് അവൾ തന്റെ ജോലിക്ക് പോകാൻ തുടങ്ങി. ഓരോ ദിവസം അവൻ അവളോട് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു, നീ ക്രിക്കറ്റർ ആകാനാണ് ജനിച്ചിരിക്കുന്നത്, നീ ഈ ഡോക്ടർ ജോലിയൊന്നും ചെയ്താൽ ഒരിക്കലും നിനക്ക് സന്തോഷം കിട്ടില്ല എന്ന്. അതേസമയം ഇവിടെ കടയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത കാരണം മഹേന്ദ്രന്റെ അവന്റെ അച്ഛൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ദേഷ്യപ്പെട്ടിട്ട് അവൻ പറയുന്നുണ്ട് താൻ ഇനി ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്ന്. അയാൾ ആ കടയുടെ ഭിത്തിയിലാകട്ടെ വിന്നേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും ഫോട്ടോ ഒടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അയാളുടെ രണ്ടാമത്തെ മകന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഉടനെ തന്നെ തന്റെ ഫോട്ടോയും ഈ ചുവരിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ വെല്ലുവിളിക്കുന്നുണ്ട്. താൻ കോച്ചാകാൻ പോവുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. അതേസമയം മഹിമയ്ക്കാകട്ടെ അവളുടെ സീനിയേഴ്സിൽ നിന്ന് ഒരുപാട് വഴക്ക് കിട്ടുന്നുണ്ട്. അവൾ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത കാരണം. മഹേന്ദ്ര പറഞ്ഞ പോലെ തനിക്ക് പറ്റിയ ജോലിയല്ല ഈ ഡോക്ടർ പണിയെന്ന് അവൾക്കും തോന്നാൻ തുടങ്ങി. ഇവിടെ അവന്റെ അച്ഛനാകട്ടെ മഹേന്ദ്രയോട് പറയുന്നുണ്ട്, നീ കോച്ചായി കഴിഞ്ഞാൽ നിന്റെ അടുത്ത് ആരാണ് ട്രെയിനിങ്ങിന് വരുന്നതെന്ന്. കറക്റ്റ് സമയത്ത് മഹിമ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് താൻ വരുമെന്ന്. അവൾ മഹേന്ദ്രയെ തന്റെ കോച്ചായിട്ട് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഇത് കേട്ട് അവന്റെ അച്ഛനും ഞെട്ടുന്നു. അവന്റെ അച്ഛൻ വീട്ടിൽ വന്നിരുന്നിട്ട് അയാളുടെ വൈഫിനോട് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഇതെന്ത് ഭാവിച്ചാണെന്ന്. അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്നും എനിക്കത് മതിയെന്നുമാണ് മഹേന്ദ്രന്റെ അമ്മ പറയുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം മഹേന്ദ്ര മഹിമയെ ട്രെയിൻ ചെയ്യും. അവൾ ഹോസ്പിറ്റലിലെ ജോലിയെല്ലാം രാജിവെച്ചു. രാവിലെ മുതലേ ക്രിക്കറ്റ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. എക്സസൈസും കോച്ചിങ്ങും എല്ലാം ആയിട്ട് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഉദ്ദേശിച്ച പോലെയൊന്നും മഹിമയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ക്രിക്കറ്റ് തനിക്ക് പറ്റില്ല എന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങിയിരുന്നു. മഹേന്ദ്ര അവളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയ്ക്ക് കാര്യങ്ങളിൽ അറിഞ്ഞിട്ട് അവളുടെ അച്ഛനും അവളെ വിളിച്ചിട്ട് വഴക്ക് പറയുന്നു. വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പറയുന്നുണ്ട്. അവൾ പേടിച്ചാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അവൾ തന്നെ മഹേന്ദ്രയോട് പറയുന്നുണ്ട് തനിക്കിനി ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല എന്ന്. കാരണം ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പഴയ ഡോക്ടർ പണി തന്നെ ചെയ്തോളാന്ന് പറയുന്നു. പക്ഷെ അവനാകട്ടെ അവളെ നിർബന്ധിക്കുകയാണ്. നീ ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ് ജനിച്ചിട്ടുള്ളതെന്നും നിന്റെ ഈ ഗെയിം എല്ലാം മാറുമെന്നും നല്ല രീതിയിൽ നീ കളിക്കുമെന്നും പറഞ്ഞിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ വന്നാലും ശരി ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അവന്റെ ആത്മവിശ്വാസം കാണുമ്പം അവൾക്കും തോന്നുന്നുണ്ട് അവൻ അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് എന്ത് വന്നാലും ശരി ഒന്നുകൂടി ട്രൈ ചെയ്യാൻ തന്നെ അവൾ തീരുമാനിക്കുകയാണ്. അകത്ത് കയറി അവളുടെ അച്ഛനോടും അവൾ സംസാരിക്കുന്നു. ഇത്രയും കാലം അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ഡോക്ടറായിട്ട് ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ ജോലിയിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു. ഞാൻ സന്തോഷവതിയുമല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അവളുടെ അച്ഛൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്തൊക്കെ വന്നാലും മഹേന്ദ്രയുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ട് അവൾ വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ തന്നെ ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിന്ന കഠിനമായ പരിശ്രമത്തിനൊടുവിൽ അവൾ അവളുടെ ഗെയിം എല്ലാം മെച്ചപ്പെടുത്തി. അവൾക്കിപ്പോൾ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ സെലക്ടേഴ്സ് എല്ലാം വന്നിരിക്കുന്ന ഒരു ഗെയിമിൽ അവൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൾക്ക് സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷനിൽ ലഭിക്കുന്നു. മഹിമയും മഹേന്ദ്രനും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞാൻ അവളുടെ ഹസ്ബൻഡ് മാത്രമല്ല അവളുടെ കോച്ചാണെന്നും 2 in 1 ആണെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ സെലക്ട് ആയ പ്ലേയേഴ്സിന്റെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് മഹിമയ്ക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. കോച്ചാണെന്ന് പറഞ്ഞിട്ടും അവനെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല. മഹിമയോട് അവൻ പറയുന്നുണ്ട് എന്നെ പറ്റി എടുത്തു പറയണമെന്ന്. അവൾ പറയാമെന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നതും. ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് അവൻ നേരെ ചെന്ന് അച്ഛനോടും പറയുന്നുണ്ട് ഇന്ന് രാത്രി ഇന്റർവ്യൂ ഉണ്ടെന്നും രാത്രി തന്നെ TV ഓണാക്കി കാണണമെന്നും. ഞാനും സക്സസ് ആയി എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഇന്റർവ്യൂ കാണാനിരിക്കുന്നുണ്ട്. എന്നാൽ മഹിമയുടെ ഗെയിമിനെ പറ്റിയും അംബീഷനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു റിപ്പോർട്ടേഴ്സ് ചോദിച്ചിരുന്നത്. ആ ഒരു ഭാഗം മാത്രമേ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മഹേന്ദ്രനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ആകെ ദേഷ്യത്തിലായി. അവന്റെ അച്ഛനും അവനെ കളിയാക്കാൻ തുടങ്ങി. എല്ലാവരും മഹിമയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവനാകട്ടെ അവളോട് വന്ന് ചോദിക്കുന്നുമുണ്ട് എന്നെ കുറിച്ച് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. ഞാനല്ലേ നിന്നെ ഇതുവരെ എത്തിച്ചതെന്നും പറയുന്നു. പക്ഷെ അവള് പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാ, ആ ഭാഗങ്ങളെല്ലാം അവർ കട്ട് ചെയ്ത് മാറ്റിയതായിരിക്കാമെന്ന്. കോച്ചായിട്ട് താൻ അറിയപ്പെടണമെങ്കിൽ താനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അവൻ തോന്നുന്നു. അവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ പറയുന്നുണ്ട് താനാണ് മഹിമയ്ക്ക് കോച്ചിങ് കൊടുത്തതെന്നും താൻ കാരണമാണ് അവൾക്ക് സെലക്ഷൻ കിട്ടിയതെന്നും. മഹിമ അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ കളിക്കാൻ വേണ്ടിയിട്ട് മുംബൈയിലേക്ക് പോയിരിക്കുകയാണ്. അവൾ തന്റെ ഗെയിമിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവനെ ഫോൺ ചെയ്യുമ്പോഴെല്ലാം അവനാകട്ടെ അവളെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. അവളോട് സംസാരിക്കാൻ ഒരു താല്പര്യവും അവൻ കാണിച്ചില്ല. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആൾക്കാർ തിരിച്ചറിയുന്നില്ല എന്ന് മനസ്സിലാക്കി അവനാകട്ടെ താൻ മഹിമയുടെ കോച്ചായിരുന്നുവെന്നും തന്റെ ഇന്റർവ്യൂ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പല റേഡിയോ സ്റ്റേഷനുകളിലും കയറി ഇറങ്ങാൻ തുടങ്ങി. അവസാനം ഒരു റേഡിയോ സ്റ്റേഷനിൽ പറയുന്നുണ്ട് മഹിമ കൂടി വരുവാണെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാമെന്ന്. മഹിമയാകട്ടെ മഹേന്ദ്ര അവളെ വിളിക്കാത്ത കാരണം ആകെ സങ്കടത്തിലായിരുന്നു. അത് അവളുടെ ഗെയിമിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ നല്ലപോലെ ബാറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ നേരത്തെ
നേരത്താണ് മഹേന്ദ്ര അവളെ വിളിച്ചിട്ട് പറയുന്നത് നീ നാളെ തന്നെ ഇവിടെ വരണമെന്നും നാളെ ഇന്റർവ്യൂ ഉണ്ടെന്നും. എന്നാൽ അവൾ പറയുന്നുണ്ട് നാളെ ഫൈനലാണെന്നും തനിക്ക് വരാൻ പറ്റില്ല എന്നും. അവൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ സമ്മതിക്കുന്നില്ല. അത് കാരണം അവൻ അവളോടുള്ള ദേഷ്യം കൂടാൻ തുടങ്ങി. അവൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടും അവനാകട്ടെ അവളെ വലിയ രീതിയിൽ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. തന്റെ പെർഫോമൻസ് അത്ര നല്ലതല്ല എന്നും തനിക്ക് ഇനിയും കോച്ചിങ് വേണമെന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അന്ന് വൈകുന്നേരം പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവനെ കൊണ്ട് അവൾ ബോൾ എറിയിക്കുന്നുണ്ട്. നല്ല സ്പീഡിൽ എറിയാൻ വേണ്ടിയിട്ട് അവൾ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവൻ എറിയുന്ന സ്പീഡ് പോരാ എന്ന് അവൾ വീണ്ടും വീണ്ടും പറയുന്നു. അവസാനം ദേഷ്യമെന്ന് അവനാകട്ടെ അവളുടെ തലക്കിട്ടാണ് എറി കൊടുക്കുന്നത്. അവൾക്ക് പരിക്ക് പറ്റിയിരുന്നു. അവൾ അവനോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ പ്രശ്നമെന്ന്. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യം എല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ നിന്നോട് ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ട് നീ വന്നില്ല എന്നും പറയുന്നു. എന്നെ 4 ആൾക്കാരെ അറിയാനുള്ള ആകെയുള്ള ചാൻസ് ആയിരുന്നു അത്. നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കിട്ടിയല്ലോ. നിന്നെ എല്ലാവർക്കും അറിയാം. നിന്റെ പുറകെ ഫാൻസും ഉണ്ട്, നിനക്ക് പ്രശസ്തിയുണ്ട്. എനിക്കൊന്നുമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് മഹിമയ്ക്ക് ആ സത്യം മനസ്സിലായത്. കാരണം അവൾക്ക് വേണ്ടിയിട്ടല്ല അവൻ ഇത്രയും കാലം കൂടെ നിന്നിരുന്നത്. അവന് പ്രശസ്തി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവളെ ക്രിക്കറ്ററാക്കാൻ അവൻ നടന്നത്. അവളുടെ കോച്ച് എന്ന രീതിയിൽ അവൻ പ്രശസ്തി നേടാൻ ആഗ്രഹിച്ചിരുന്നു. അതൊന്നും സാധ്യമായില്ല. അതിന്റെ ദേഷ്യമാണ് അവളോട് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. മഹിമ ആകെ തകർന്നു പോകുന്നു. താൻ സത്യസന്ധനാണെന്ന് കരുതി വിവാഹം കഴിച്ച തന്റെ ഹസ്ബൻഡ് താൻ ഉദ്ദേശിച്ച ആളല്ല എന്ന് അവൾ മനസ്സിലാക്കി. മഹിമ വീണ്ടും തിരിച്ച് സ്റ്റേറ്റ് ലെവലിലേക്ക് കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവർക്കിടയിൽ ഒരുപാട് അകൽച്ചയാകാൻ തുടങ്ങി. മഹേന്ദ്രയാകട്ടെ വീണ്ടും തന്റെ കടയിലേക്ക് ജോലിക്ക് കയറുന്നു. ഇവർക്കിടയിൽ ഈ പ്രശ്നം മനസ്സിലാക്കിയ അവന്റെ അമ്മയാകട്ടെ അവനോട് സംസാരിക്കുന്നുണ്ട്. അവൻ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഞാൻ അവളെ ഇത്രയും വലിയ നിലയിലാക്കി, എന്നാൽ തിരിച്ച് എനിക്കൊന്നും തന്നെ കിട്ടിയില്ല. എനിക്ക് വേണ്ടി അവളൊന്നും സംസാരിച്ചത് പോലുമില്ല. എന്നെ ആരും തന്നെ തിരിച്ചറിയുന്നില്ല. എന്റെ അനിയൻ TV ആക്ടറാണ്. അവനെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അവൻ ഒരുപാട് ഹാപ്പിയാണ്. എന്നാൽ അവന്റെ അമ്മ പറയുന്നുണ്ട് നിന്റെ അനിയന് പ്രശസ്തി മാത്രമേ ഉള്ളൂ. അവൻ ഒരിക്കലും സന്തോഷവാനല്ല. ഓരോ ദിവസം അവനൊരു റേസിലാണ്, എല്ലാവരെക്കാളും മുൻപിലെത്താനുള്ള റേസ്. അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുമ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട് എല്ലാരെക്കാളും നന്നായിട്ട് എനിക്കാണത് മനസ്സിലാവുന്നതെന്ന്. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല എല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാം സന്തോഷമാണ് എന്റെ ഈ സന്തോഷം. അവന്റെ അമ്മയുടെ വാക്കുകളെല്ലാം കേട്ടപ്പോൾ താൻ മഹിമയോട് ചെയ്യുന്നത് തെറ്റാണെന്ന് അവനും തോന്നാൻ തുടങ്ങിയിരുന്നു. മഹിമയും മഹേന്ദ്രനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മഹേന്ദ്രന്റെ ആകെ ഉണ്ടായിരുന്ന സന്തോഷം മഹിമയായിരുന്നു. അവളും കൂടെ പോയതോടുകൂടി അവൻ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെയായി. തന്റെ ജീവിതത്തിലെ സന്തോഷം മഹിമയാണെന്നുള്ള തിരിച്ചറിവ് കാരണം അവൻ തിരിച്ച് മഹിമയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്നാൽ അവളാകട്ടെ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവളുടെ കോച്ച് വന്ന് അവളോടും പറയുന്നുണ്ട് ഇവളുടെ ഗെയിം ഒന്നും ശരിയല്ല എന്നും ഇത് ഇവളുടെ ലാസ്റ്റ് ചാൻസ് ആണെന്നും. ഇന്നും കൂടി ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ടീമിൽ നിന്നേ പുറത്താണെന്ന്. അവൻ അവൾക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. നീ നന്നായിട്ട് കളിക്കെന്നും പറയുന്നു. എന്നാൽ അവൾ ബാറ്റിംഗിന് ഇറങ്ങി കഴിയുമ്പോൾ രണ്ടാമത്തെ ബോളിൽ തന്നെ അവൾക്ക് പരിക്ക് പറ്റുന്നുണ്ട്. കളിയിൽ ആവശ്യം വരുവാണെങ്കിൽ അവൾ വീണ്ടും ഇറങ്ങേണ്ടി വരും. അവൾ ആകെ സങ്കടത്തോടെ അവിടെ ഇരിക്കുന്ന സമയത്ത് മഹേന്ദ്ര അവളോട് വന്ന് സംസാരിക്കുന്നുണ്ട്. താൻ ചെയ്ത എല്ലാ തെറ്റിനും അവൻ സോറി പറയുന്നു. അവളുടെ നന്മ മാത്രമാണ് അവനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവൾ മാത്രം അവന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി. അവളുടെ സന്തോഷം ക്രിക്കറ്റിലാണ്, അവന്റെ സന്തോഷം അവളിലും. അങ്ങനെ 7 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാകട്ടെ അവളെ ക്രീസിലേക്ക് ഇറങ്ങാൻ വിളിക്കുന്നുണ്ട്. അവൾ ഇറങ്ങി പോകാൻ നേരത്ത് അവൻ അവളോട് എന്തോ പറയുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു, ഇന്ന് നീ സെലക്ട് ആയാലും ഇല്ലേലും കുഴപ്പമില്ല. കോച്ച് നിന്നെ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. പക്ഷെ എന്തൊക്കെ വന്നാലും നിന്റെ ലൈഫിൽ ഇനി അങ്ങോട്ട് ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാകും. നിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാക്കുന്നത് ക്രിക്കറ്റാണ്. അത് നിന്റെ കൂടെ എന്നും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ നന്നായിട്ട് കളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവളെ ക്രീസിലേക്ക് പറഞ്ഞു വിടുന്നത്. ക്രീസിലെത്തിയ മഹിമയാകട്ടെ നല്ല രീതിയിലാണ് കളിക്കാൻ തുടങ്ങിയത്. അവൾ നേരിടുന്ന പന്തുകളെല്ലാം തന്നെ ബൗണ്ടറി കടക്കാൻ തുടങ്ങി. ഗാലറിയിലിരുന്ന മഹേന്ദ്രയും അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മഹിമ ഒരാളുടെ പെർഫോമൻസ് കൊണ്ട് തന്നെ ആ ഗെയിം അവർ ജയിക്കുന്നു. മഹിമ ഓടി വന്ന മഹേന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം മാറി. അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞതും രാവിലെ അവൾക്കൊരു കോള് വരുന്നുണ്ട്. ആ കോള് കേട്ട് മഹിമ തുള്ളിച്ചാടുകയായിരുന്നു. കാരണം അവൾക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. ഇന്നവളുടെ സക്സസിൽ അവളെക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മഹേന്ദ്രനാണ്. അവർ രണ്ടുപേരെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളോട് പോയിക്കൊള്ളാൻ അവൻ പറയുന്നു. അവൻ ബെഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവന്റെ അച്ഛൻ വന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്. താഴെ നിന്നെയും വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നീ സക്സസ് ആയി എന്നും അവന്റെ അച്ഛൻ പറയുന്നുണ്ട്. എന്നാൽ ഇത് മഹിമയുടെ വിജയമാണെന്നാണ് അവൻ പറയുന്നത്. നീ ഇപ്പോൾ സ്റ്റാർ ആയി എന്ന് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്. എന്നാൽ സ്റ്റാർ ഞാൻ ഇപ്പോഴല്ല, നേരത്തെ ആയിരുന്നു എന്ന് അവൻ പറയുന്നു. അതെപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റാർ ആയിരുന്നു എന്നാണ് അവൻ പറയുന്നത്. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്. നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അച്ഛന് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് അവൻ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവനെ അയാൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അവനും ഇന്നൊരു സ്റ്റാറായി മാറിയേനെ. ഇത്തവണ മഹിമയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആൾക്കാരോട് അവൾ മഹേന്ദ്രനെ പറ്റി സംസാരിക്കുന്നു. തന്റെ 2-in-1 ആണ് മഹേന്ദ്രൻ എന്ന് അവൾ പറയുന്നു. തന്റെ കോച്ചും തന്റെ ഹസ്ബൻഡും തന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്നയാൾ. ഇത് എന്റെ മാത്രം വിജയമല്ല എന്നും എന്റെയും എന്റെ ഹസ്ബൻഡായ മഹേന്ദ്രന്റെയും വിജയമാണെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹിമ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നതാണ്. മഹേന്ദ്ര അവന്റെ കോച്ചിങ് അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. അവന്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയും വരുന്നുണ്ടായിരുന്നു. മഹേന്ദ്രന്റെ അച്ഛനാകട്ടെ അയാളുടെ കടയുടെ ചുവരിലുണ്ടായിരുന്ന മറ്റു ഫോട്ടോസ് എല്ലാം മാറ്റിയിട്ട് അയാളുടെ ഫാമിലി ഫോട്ടോസ് എല്ലാം തന്നെ വയ്ക്കാൻ തുടങ്ങി. അതിൽ സക്സസ് ആയ തന്റെ മകന്റെയും മരുമകളുടെയും പിക്കുണ്ടായിരുന്നു. മഹേന്ദ്രൻ ആഗ്രഹിച്ച പോലെ അവനും മറ്റുള്ളവരുടെ മുൻപിൽ അറിയപ്പെടുന്ന ഒരാളായി മാറിയിരിക്കുന്നു. ഇത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.